ഹായ് ഓൾ, ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ നമുക്ക് നോക്കാം. കടല വറുക്കാൻ ഉപയോഗിച്ച ഉപ്പാണ് ഞാനിവിടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഇതുപോലെ ചെറിയ എന്തെങ്കിലും അടപ്പെടുക്കുക. വേസ്റ്റായ എന്തെങ്കിലും എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ചെറിയ 4 ബോട്ടിലാണ് ഉള്ളത്. അപ്പോൾ 4 ഓട്ടയും അതുപോലെ നടുക്ക് ഒരു കയറിട്ട് കൊടുക്കാൻ ചെറുതായിട്ടൊരു ഓട്ടയും, അങ്ങനെ 5 ഓട്ട ഞാൻ ടോട്ടൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത ഉപ്പ് കടല വറുക്കാൻ ഉപയോഗിച്ച വേസ്റ്റായ ഉപ്പാണ്, വേറെ ഒന്നിനും കൊള്ളൂല. അതുകൊണ്ട് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഉപ്പ് എടുക്കുകയാണ്. പിന്നെ ബോട്ടിലിൻ്റെ അടപ്പിന് ഓരോ ഓട്ട ഇട്ട് കൊടുക്കണം. അതിന് ഇതുപോലെ എന്തെങ്കിലും ചെറിയ ആണിയോ എന്തെങ്കിലും വെച്ച് ഓട്ട ഇട്ട് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പോസ്റ്റർ കളറാണ് ഞാനിവിടെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അത് കുറച്ച് കട്ടയായിരുന്നു. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കളറാക്കിയതാണ്. അങ്ങനെ 4 ഉപ്പിലും കളർ ചേർത്തെടുക്കുന്നുണ്ട്. 4 തന്നെ ആകണമെന്നില്ല, എത്ര വേണമെന്നും കളർ നമുക്ക് ചേർത്തെടുക്കാം. ഞാനിവിടെ 4 ബോട്ടിൽ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് 4 കളർ ചേർക്കുന്നത്. കളർ ഓവറായി ഒഴിക്കേണ്ട, കുറച്ച് മതി. ഉപ്പ് അധികം നനവിൽ വേണ്ട. നമുക്ക് ഒരു പുട്ടുപൊടിയൊക്കെ നനയ്ക്കുന്ന ആ ഒരു ഇതിൽ മതി. ഇനി നമുക്ക് ആ ബോട്ടിലോട്ട് കളറുകൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 കളറും 4 ബോട്ടിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. കളർ ചേർക്കുന്നതും എത്ര കളർ ഇടണം അങ്ങനെ അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം. അതുപോലെ കളറും എന്താണെങ്കിലും ഇത് ഉപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ. ക്രയോൺസോ എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ ഇപ്പം ഉപ്പ് കുറേ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്കിങ്ങനെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ തട്ടി കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ നമ്മുടെ ടേബിളിൽ ഇങ്ങനെ തട്ടിയാൽ തന്നെ മതി. ഉപ്പെല്ലാം എടുത്ത് ഒരുപോലെ ഇരിക്കും. അങ്ങനെ എല്ലാ ബോട്ടിലും ചെയ്തിട്ട് എല്ലാ ബോട്ടിലും നമുക്കൊന്ന് നിറച്ചെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ ബോട്ടിലും നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ചെറിയ കെട്ടുന്ന കമ്പിയാണ്. ഹെയർ ബാൻഡ്, അങ്ങനെ ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പിയാണ്. നമുക്ക് കമ്പി അല്ലെങ്കിൽ ടങ്കിസ് നൂലോ അല്ലെ സാധാരണ നൂലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് നമുക്കത് ഈ കുപ്പിയുടെ അടപ്പിലോട്ട് കോർത്തെടുക്കണം. എന്നിട്ട് അത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിലൊരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലെക്സ് ക്യൂക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് എന്ത് ഗമ്മ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഗമ്മ് അടപ്പിൽ വരുന്ന രീതിയിൽ ആക്കി കൊടുക്കണം. നമ്മുടെ ആ കെട്ടി വെച്ചതും അഴിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ അടപ്പ് കുപ്പിയിൽ നിന്നും ഊരി വരരുത്. അതിന് വേണ്ടിയിട്ടാണ് ഗമ്മ് ഉപയോഗിക്കുന്നത്. നല്ല ടൈറ്റുള്ള അടപ്പാണെങ്കിൽ ഗമ്മില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാനെടുത്ത 4 ബോട്ടിലും. ഇനി നിങ്ങളുടെ കയ്യിൽ അടപ്പില്ലാത്ത കുപ്പിയാണുള്ളതെങ്കിൽ നമുക്ക് അടപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ നെക്ക് ഭാഗത്ത് കയറിട്ടിട്ട് കെട്ടിയിട്ടാണെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബോട്ടിലൊക്കെ ഉണ്ടാവും. എല്ലാ ബോട്ടിലും റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ഹോളിട്ട് വെച്ചേക്കുന്ന അടപ്പെടുത്തിട്ട് ഇതുപോലെ എല്ലാം അതിനകത്തൂടെ ആ ഹോളിനകത്തൂടെ കയറ്റി കൊടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നത് ക്ലോക്കിൻ്റെ താഴെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.